നമസ്കാരം സുഹൃത്തുക്കളെ. 3 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റ് മെഡിക്കൽ കോളേജ്, കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വീടാണ് നമ്മൾ കാണുന്നത്. 73 ലക്ഷം രൂപ ചോദിക്കണുള്ളൂ. നല്ലൊരു ഡീല്. 3 സെൻറ്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റും 73 ലക്ഷം രൂപ. നെഗോഷ്യബിൾ പ്രൈസാണ്. വീണ്ടും എന്തെങ്കിലും ചെറിയ രീതിയിൽ കുറയും. അപ്പോൾ ഡീറ്റെയിലേക്ക് പോവാം. ഇതാണ് കാർ പോർച്ച്. പക്ഷെ നമുക്കൊരു 7 സീറ്ററൊക്കെ അറ്റപ്പറ്റി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോർച്ചാണ്. അത്യാവശ്യം വലിയൊരു പോർച്ചാണ്. ഇവിടെ 2 വീലർ വെക്കാം. കിണറുണ്ട്, കിണർ വെള്ളമുണ്ട്. വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ല. കിണർ വെള്ളമുണ്ട്, ഇതിലും കിണർ വെള്ളമുണ്ട്. അപ്പോൾ അകത്തേക്ക് കയറാം. ഇതാണ് ഫ്രണ്ട് ഡോർ വരുന്നത്. കിഴക്കോട്ടാണ് ദർശനം. കിഴക്കോട്ടാണ് ദർശനം. നമുക്ക് അകത്തേക്ക് കയറാം. കയറി വരുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. ലിവിങ് ഏരിയ ഉണ്ട്. ലിവിങ് ഏരിയ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ വാള് ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കബോർഡ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ. നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോവാം. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു സിറയുടെ ഇതോട്ടുള്ളൊരു വാഷിംഗ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് ഏരിയ ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് നല്ലൊരു വാം ലൈറ്റ് സെറ്റപ്പ്. ഇതാണ് ലിവിങ് ഏരിയ. വന്നിട്ട് ഡൈനിങ് ഏരിയ ആണിത്. ഓപ്പൺ കിച്ചണോട് കൂടിയിട്ടുള്ള ഡൈനിങ് ഏരിയ. 2 വാം ലൈറ്റ് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. ഒരു മിനി കിച്ചണാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത്രയും ഹൈറ്റിലാണ്. ഇവിടെ തന്നെ നമുക്കൊരു ഇലക്ട്രിക് ചിമ്മിണിയൊക്കെ സെറ്റപ്പ് ചെയ്യാവുന്ന രീതിയിൽ ഗ്രാനൈറ്റാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. മൾട്ടിവുഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ് വരുന്നത്. അത്യാവശ്യം സ്പേസ് ഉണ്ട് വർക്ക് ഏരിയക്ക്. പിന്നെ നമുക്ക് ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്ക് സ്റ്റെയർ വരുന്നത്. ഒരു ഇൻവെർട്ടർ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം സ്ഥലമുള്ള ബെഡ്റൂമാണ്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള രീതിയിൽ 2 സൈഡിലേക്ക് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിൽ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. 3 ഡോർ കബോർഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. MDF ഒന്നുമല്ല, മൾട്ടിവുഡ് തന്നെ ചെയ്തേക്കുന്നത്. വലിയ 2 കബോർഡ് താഴത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ബാത്റൂമാണ്. സിറയുടെ മെറ്റീരിയലാണ്. ഇത് കണ്ടില്ലേ, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ടൈലും ഇത്രയും ഹൈറ്റിൽ ടൈലുമാണ്. ഒരു എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. സിറയുടെ ടോയ്ലറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു നല്ലതാണ്. ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്താൽ നമുക്ക് ഇവിടെ കുളിക്കാനായിട്ടുള്ള സ്പേസ് ഇവിടെ കിട്ടും. നേരെ മറിച്ച് ഇവിടെ കൊടുത്താലും അത്യാവശ്യം ഇങ്ങനെ വരും ഡോറൊക്കെ തുറക്കുമ്പോൾ. അപ്പോൾ ഇത് കൊള്ളാം, ടോയ്ലറ്റ് കൊള്ളാം. നമുക്കിനി മുകളിലേക്ക് കയറുമ്പോൾ ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് പറഞ്ഞല്ലോ. ഗ്രാനൈറ്റാണ് സ്റ്റെയർസിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഒരു ഹാൻഡ് റെയിലുണ്ട്. ഇതൊരു പാർക്കോളയുടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്ത് തരും.
നമുക്ക് അവിടുത്തെ വെളിച്ചത്തിൻ്റെ ഇത് ഹോളിലേക്കും മീൻസ് ഡൈനിങ് ഏരിയയിലേക്ക് വരും. ഈവൻ സ്റ്റേഴ്സൊക്കെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മിനി ഹോൾ ഇവിടെ ഉണ്ട്. ഇതിൽ അത്യാവശ്യം സ്പേസുള്ള ഹോളാണ്. ഇവിടെ നമുക്കൊരു വാഷിംഗ് ഏരിയ ഇവിടെ വെച്ചിട്ടുണ്ട്, പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ടെക്സ്ചർ ചെയ്തിരിക്കുന്നത് ഒരു കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ബാൽക്കണി. ആണ് രണ്ടാമത്തെ ബാൽക്കണി. ഇത് ഓപ്പൺ ടെറസോട് കൂടിയിട്ടാണ് അത് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മിനി സെറ്റപ്പ്, ഒരു സ്റ്റഡി ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് നോക്കാനും പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമാണ്. ഇതാണ് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. 2 ജനലുകളുണ്ട്. ഒരു 3 ഡോർ കബോർഡുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ നല്ല ഇതിൽ തന്നെയാണ്. ഇവിടെ താഴത്തെ പോലെ തന്നെ ടൈൽസാണ് ഇവിടെ കൊടുത്തിരുന്നത്. സിറയുടെ തന്നെ മെറ്റീരിയൽസാണ് ഇവിടെ നമുക്കിനി മേളത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് ആ ബെഡ്റൂം. ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരു 2 ഡോർ കബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കബോർഡുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാത്റൂം വരുന്നത്. ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റും കുളിക്കാനുള്ള ഏരിയ നമ്മൾ കുറച്ച് സെപ്പറേഷൻ ആണ്. നല്ലൊരു കൺസെപ്റ്റാണ്. എത്ര നടക്കുമെന്ന് വെച്ചാൽ ചിലപ്പോൾ കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി വരുന്നത്. ഈ പ്രോപ്പർട്ടി വളമശ്ശേരി മെഡിക്കൽ കോളേജ് തൊട്ട് നിയറായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. കങ്ങരപ്പടി ജംഗ്ഷനിലേക്കൊന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. കങ്ങരപ്പടി ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്റർ ഉള്ളൂ. അത്രയും അതിനകം താഴെ ഡിസ്റ്റൻസ് ഉള്ളൂ. ഇൻഫോ പാർക്ക്, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജ് ഇപ്പം മെഡിക്കൽ കോളേജ് എന്ന് പറയുള്ളൂ. പക്ഷേ അടുത്തൊരു 2-3 വർഷം കഴിയുമ്പോഴേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഹൈക്കോടതി പറയാം. ലുലുയുടെ ഫുഡ് പ്രോസസ്സിങ് പ്ലാന്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ക്യാൻസർ സെൻറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇനിയിപ്പോൾ അടുത്ത നമുക്ക് വാട്ടർ മാർക്കായിട്ട് അല്ലെങ്കിൽ അടുത്ത ഏരിയ ഇനി എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഈ ഏരിയയുടെ പ്രൈസും കൂടി കുറച്ചുകൂടി മുകളിലേക്ക് വരും. കാര്യം ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നേം കൊണ്ടാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്, അത് വലിയ തന്നെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സെൻറ്റാണ്. 3 സെൻറ്റും ചില്ലറയുണ്ട്. പിന്നെ 1600 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത്. ചോദിക്കുന്ന പ്രൈസ് 73 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ പ്രൈസാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്തോളൂ. പണി തീർന്നിട്ടുള്ളൂ, ഒരുപാടൊന്നും കിടന്നിട്ടില്ല. ജസ്റ്റ് പണി കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കുറച്ച് ക്ലീനിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.